പശ്ചിമേഷ്യയിൽ യുദ്ധവും സംഘർഷങ്ങളും തുടരുന്നതിനിടയിൽ അതിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ഇന്ത്യയിൽ ഇസ്രായേൽ ഒരു നിശബ്ദ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിഷനിലൂടെ ഇസ്രായേലി വിമാനങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ്. ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിരിക്കാൻ ഇടയില്ലാത്ത ഒരു വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ നിന്നും മിസോറാമിൽ നിന്നുമായി ബ്നൈ മെനാഷെ സമൂഹത്തിൽപ്പെട്ട 5000-ഓളം ആളുകളെ ടെൽ അവീവിലേക്ക് കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ഈ ഒരു ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി 250 പേരെ വ്യാഴാഴ്ച ഡൽഹി വഴി ഇസ്രായേൽ സർക്കാർ എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ബൃഹത്തായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രതിവർഷം 1200 പേരെ വീതം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റാനാണ് അവരുടെ തീരുമാനം. ആരാണ് ഈ ബ്നൈ മെനാഷെ സമൂഹം? ബൈബിൾ ചരിത്രമനുസരിച്ച് ഇസ്രായേലിലെ പുരാതന ജനതയെ 12 ഗോത്രങ്ങളായി തിരിച്ചിരുന്നു. ഇതിൽ BC 722 ഇസ്രായേൽ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ അസീറിയൻ സാമ്രാജ്യം നാടുകടത്തിയ കാണാതായ ഗോത്രങ്ങളിൽ ഒന്നാണ് തങ്ങളെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, ചൈന എന്നിവ വഴി നൂറ്റാണ്ടുകൾ നീണ്ട പലായനത്തിനൊടുവിലാണ് ഇവർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തിയത്. മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിലാണ് ഇവർ ഉൾപ്പെടുന്നതെങ്കിലും ഇവർ കർശനമായി ജൂതമത വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് പിന്തുടരുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ കാരണം മതപരം തന്നെയാണ്. തങ്ങളുടെ ആചാരങ്ങൾ പൂർണ്ണമായി പിന്തുടരാൻ മലയോര മേഖലകളിൽ സാധിക്കുന്നില്ല എന്നിവർ പറയുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിനു പിന്നിൽ വലിയൊരു സാമ്പത്തിക തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഗസയിലും ഇറാനുമായിട്ട് നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ഇസ്രായേൽ വലിയൊരു തൊഴിലാളി ക്ഷാമം നേരിടുകയാണ്. യുദ്ധം കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് കുറഞ്ഞത് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. ബ്നൈ മെനാഷെ സമൂഹത്തെ എത്തിക്കുന്നതിലൂടെ ഈ ഒരു തൊഴിലാളി ക്ഷാമം പരിഹരിക്കാമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. കൂടാതെ ലബനൻ അതിർത്തിയിലുള്ള ഗലീലി പോലുള്ള പ്രദേശങ്ങളിൽ ഇവരെ പാർപ്പിക്കുന്നത് അറബ് ഇസ്രായേലി ജനസംഖ്യ സന്തുലിതമാക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. മണിപ്പൂരിലെ നിലവിലെ വംശീയ സംഘർഷങ്ങളും ഈ ജനവിഭാഗത്തെ ഇസ്രായേലിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. സാമ്പത്തികമായി നോക്കിയാലും വലിയ അന്തരവുമുണ്ട് ഈ പ്രദേശങ്ങൾ തമ്മിൽ. അതിൽ ഇന്ത്യയിൽ പ്രതിവർഷം വെറും $1200 മാത്രം വരുമാനമുള്ളപ്പോൾ ഈ ഇസ്രായേലിൽ അത് $55,000 വരും. കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിൽ 200-ഓളം ബ്നൈ മെനാഷെ ആളുകൾ ഇസ്രായേൽ സൈന്യത്തിൽ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നത് അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ആണ്. സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഇസ്രായേലിലെ ജീവിതം ഇവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. രൂപത്തിലുള്ള വ്യത്യാസം കാരണം വംശീയ അധിക്ഷേപങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ മുമ്പ് പോയവർ ഇവിടെ ഇസ്രായേലിൽ നേരിട്ടിട്ടുമുണ്ട്. എങ്കിലും മികച്ച വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും അവർ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ഞങ്ങളുടെ ജന്മഭൂമിയാണെങ്കിലും ഇസ്രായേലാണ് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി എന്ന വിശ്വാസത്തോടെയാണ് അവർ തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക് യാത്ര തുടരുന്നത്. ന്യൂസ് ഡെസ്ക്.